ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ചേച്ചീനെ കാണാൻ വേണ്ടി ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പം ഞാനും ആഷിയും ചേച്ചിയുണ്ട്, പിന്നെ ആരാ മിന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്നെ വന്ന് കണ്ടപ്പോൾ ഞാനൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ടപ്പോൾ ആഷിക്ക് ലിപ്സ്റ്റിക്ക് ഇടണമെന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര വാശി അടിപിടിയൊക്കെയാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കില്ല, ഞങ്ങൾ പോയി. അങ്ങനെ ബസ്സിലൊക്കെ കയറി പോകാൻ ഞാനും ആശയാണ് ഒരുമിച്ചിരുന്നത്. സാധാരണ കുട്ടികൾക്കൊക്കെ സൈഡ് സീറ്റ് വേണമെന്നാണ് പറയാറ്. ഇവർക്ക് നേരെ തിരിച്ച്, ഇവർക്ക് സൈഡ് സീറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നോട് അടി. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി, കുളത്തൂരെത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ബസ്സിൽ വെയിറ്റ് ചെയ്യുന്നു. ബസ് എടുക്കാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ബസ്സിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞൊക്കെ ഇരുന്ന് അങ്ങനെ പോയി. പിന്നെ പുല്ലാമന്തോളം എത്തിയപ്പോഴത്തേന് ഞങ്ങൾ ഉണ്ണിയേട്ടൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വീടിൻ്റെ അവിടെ നേരിട്ടൊരു ബസ്സുണ്ട്. ഇവരെ വീണ്ടും നേരെ മുന്നിൽ വന്ന് ഇറങ്ങുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ പങ്ക്ച്വാലിറ്റി കാരണം ബസ് ഞങ്ങളെ കാത്തിക്കാതെ പോയി. കുഴപ്പമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു 2-3 ബസ് കയറി ഇറങ്ങി വരണം എന്നുണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളെത്തിയപ്പോഴത്തേനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജ്യൂസ് റെഡിയാക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. അപ്പോഴത്തെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടോ പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും കളിയൊക്കെ ചിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് പിന്നെ സംസാരം കഴിയൂല, അതെല്ലാവരും പറയുന്നതാണ്. എന്തൊക്കെയോ കുറേ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഇവർ സെറ്റായി. ആശി അപ്പോഴത്തേന് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആശിക്ക് പിന്നെ കിച്ചുവിനെയും കണ്ണനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട. അവർക്ക് തിരിച്ചു അങ്ങനെ അവർ ഫുള്ള്, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഫുള്ള് കളി. അവരവരുടേതായ ഒരു ഏജല്ലേ, അപ്പോൾ അവരിങ്ങനെ എന്താ പറയുക, എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. നടക്കട്ടെ. പിന്നെ അകത്തുള്ള കളി കഴിഞ്ഞ് പുറത്തെത്തി. എന്തോ പൂരത്തിന് വാങ്ങിയ എയ്റോപ്ലെയിനോ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അവരെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മിന്നുവിന് ഇവർ മേമയായിട്ടല്ല കൂട്ടിയിട്ടുള്ളൂ, ഇവരെ കൂടെ കളിക്കൂട്ടുകാരായിട്ട് കൂട്ടിയത്. അവളെ ഒരു സ്ഥലത്തിരിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കൂടെയൊക്കെ നിന്ന് സംസാരിച്ചിരിക്കുമ്പോൾ അപ്പോൾ വിളിച്ചിട്ടുണ്ടാവും, മേമേവാ കളിക്കാം, മേമേവേ കളിക്കാം. കണ്ടാ അവളുടെ ഡ്യൂട്ടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇവരപ്പം കളിക്കലാണ് അവരുടെ അപ്പം. ഇതും പറഞ്ഞിട്ട് ഞങ്ങൾ അവളെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുണ്ട്. ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സിപ്പോഴും ഈ കുട്ടികളുടെ മാതിരിയാണ്, അവരൊപ്പം കളിച്ച് കിടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ കളിക്കട്ടെ, ഈ പ്രായത്തിലല്ലേ കളിക്കാൻ പറ്റുള്ളൂ മക്കൾക്ക്. അവരങ്ങനെ കളിച്ച് ആസ്വദിച്ച് നടക്കട്ടെ. ഞങ്ങളിപ്പോൾ അകത്ത് കസ്റ്റാർഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഉണ്ടാക്കുന്നുണ്ട് പാട്. പക്ഷെ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ കുറേ തമാശകൾ ഉണ്ടായിരിക്കും. അതിനവിടെ കിടന്ന് ചിരിക്കുന്നുണ്ടാവും. അതിലെന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് കലക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചുകളിൽ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോഴും ഇതെന്തോ അങ്ങോട്ടും കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതാണ്. ചേച്ചിക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ സപ്പോട്ട ഉണ്ട്, മാങ്ങ ഉണ്ട്, ഇതൊക്കെ കണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറയില്ല. എവിടേക്കെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ അവിടെ വെക്കും. അപ്പോൾ പിന്നെ പോയ കാര്യമൊക്കെ മറക്കും. പിന്നെ ഞങ്ങൾ വീട് പണി കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറി. ഇപ്പോൾ ഫുള്ള് പണിയൊന്നും കഴിഞ്ഞില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ഐഡിയാസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ചേച്ചി ഇങ്ങോട്ട് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വീട്ടിലെത്തി. നമ്മളെ കസ്റ്റാർഡിക്കുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരുത്തർ ഓരോന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വിരുന്ന് വന്നിട്ട് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നൊക്കെ. ഒക്കെ ഒരു രസമല്ലേ അങ്ങനെ. പക്ഷേ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനാണ് കൊടുന്നിരുന്നത്. പക്ഷെ അത് മുഴുവൻ കട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ എന്താ സംഭവം എന്നറിയാമല്ലോ, കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഉള്ളിൽ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അവർ കഴിച്ചിട്ടെ ഞങ്ങൾ വന്നുകൊണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചും കണ്ണനും ആശയും കൂടി. അവർ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. പിന്നെ ഞങ്ങളും കഴിച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഇവർ യൂനോ കാർഡേറ്റ് വന്നു. അപ്പോൾ എന്നാൽ ഇനി കുറച്ച് നേരം അത് കളിക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ആ കളിയിലോട്ട് കിടന്നു. ഈ കാർഡ് കളിക്കുക പറയുമ്പോൾ കണ്ട ഉണ്ണിയുടെ അമ്മയുണ്ട് ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നിട്ടാ. ഈ കാർഡ് കളിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്നതാണ്. ഞങ്ങൾ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു എല്ലാവരോടും ഇരുന്നിട്ട് രാത്രി ഉറക്കം വെച്ചിട്ടൊക്കെ ഇരുന്ന് കളിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരുണ്ടാവും, എല്ലാവരും ആരും വിടില്ല. അച്ഛൻ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, വലിയച്ഛൻ, വലിയമ്മ, പിന്നെ ഏട്ടന്മാർ, ചേച്ചിമാർ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കളിക്കുക. ഓരോരുത്തർക്ക് 2-3 കാർഡ് മാത്രമേ കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് കഴിക്കുകയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഒന്നാമത് ബിരിയാണി കഴിച്ചതിന് ശേഷം ഇതും കൂടി കഴിച്ച് ഒന്നുകൂടെ അടിപൊളിയായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നിറയെ മാങ്ങ ഉണ്ട്, നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പറിക്കാൻ പോവാണ്. ഉപ്പിലിടാനും അച്ചാർ ഇടാനൊക്കെ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പൊട്ടിക്കാൻ പോവാണ്. ചേച്ചി ഇതൊക്കെ പറിച്ച് കവറിലൊക്കെ ആക്കി തരുന്നുണ്ട്. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് വേഗം ചായയൊക്കെ കുടിച്ച് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ ഉണ്ണിയേട്ടനും ചേച്ചി ഞങ്ങളെ സ്റ്റോപ്പിലേക്ക് ആക്കി തരാറുണ്ട്. ആ ഡയറക്റ്റ് ബസ് ഉണ്ടല്ലോ, രാവിലെ ഞങ്ങൾക്ക് മിസ്സായ ബസ്, അത് തിരിച്ചു പോകുമ്പോൾ അത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. എന്തായാലും സ്റ്റോപ്പിലേക്ക് ഇതാ എത്തൂട്ടാ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെതാ പോവല്ലേ, ഞങ്ങൾക്ക് സംസാരിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്റ്റോപ്പിലെത്തി. കുറേ നേരം വെയിറ്റ് ചെയ്തു, ബസ് വന്നില്ല. രാവിലെ ഞങ്ങൾ കാരണം ബസ് പോയി. ഇത് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നപ്പോൾ ബസ് അന്നില്ലേന്. അപ്പോൾ എന്തായാലും ഉണ്ണിയേട്ടൻ വീട്ടിൽ പോയി കാറെടുത്ത് വന്നു. ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ചേച്ചിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞൊരു വിഷമമൊക്കെ ഉണ്ട് പോകുമ്പോൾ. അത് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നതാണ്. വരുമ്പോൾ നല്ല സന്തോഷമായിരിക്കും, പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. എന്തായാലും ഞങ്ങൾ പോയി. പിന്നെ അങ്ങനെ വീട്ടിൽ എത്താറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.